നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. താമ്പൂലം കേട്ടിട്ടുണ്ടാവില്ല? വെറ്റില ശരിക്കും പറഞ്ഞ ഒരു ഔഷധവും കൂടിയാണ്. രോഗനിവാരണത്തിനൊക്കെ ഒരു ഔഷധമാണ് വെറ്റിലയുടെ വെറ്റിലയുടെ നീര് പോലും ശരീരത്തിലെ പല രോഗങ്ങളെ ഇല്ലാണ്ടാക്കും. കേട്ടിട്ടുണ്ടാവും വെറ്റില എന്ന് പറയുന്ന കഥാപാത്രം. ശരിക്കും സ്വർഗത്തിൽ ജനിച്ച സാധനമാണ് വെറ്റില എന്നാണ് പറയുന്നത്. അതിനെ തപസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. താമ്പൂല ചർവണം ശരിക്ക് വെറ്റിലയും ഇത്തിരി ചുണ്ണാമ്പൊക്കെ തേച്ച് ഇത്തിരി മുറുക്കുക എന്നൊക്കെ പറയണേ പഴയ കേമന്മാരുടെ ഒരു ഒരു ഇതായിട്ട് കണക്കൂട്ടുന്ന മുറുക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വെറ്റിലയുടെ അതിൻ്റെ ആ കടഭാഗം എടുത്ത് ഇങ്ങനെ നുള്ളിയിട്ട് അതം കളയും. ജ്യേഷ്ഠാലക്ഷ്മിയായിട്ട് കണക്കൂട്ടണേ. അതിൻ്റെ അഗ്രഭാഗം മുറിച്ചിട്ട് ഇങ്ങനെ വെക്കും. ലക്ഷ്മി എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ്. ലക്ഷ്മി പോവാതിരിക്കാൻ നമ്മളിവിടെ വെക്കും. മുറുക്കുന്നവരൊക്കെ പഴയ കാരണന്മാർ, ഇപ്പോൾ മുറുക്കുന്നവർ ആൾക്കാർ കുറവാണ്. എന്നാലും എന്താ ഇപ്പോൾ വെറ്റിലയുടെ കാതായി ഗോവിന്ദമ്പൂരി? ഭക്തിയും വെറ്റിലയും തമ്മിൽ എന്താ ബന്ധമുണ്ട്? അപ്പം ഇതൊരു എല്ലാ ഭക്ഷണാദികളൊക്കെ കഴിഞ്ഞാൽ ഈ മുറുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ നിവേദ്യങ്ങൾ ഇപ്പോൾ ഭഗവതി അമ്പലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പായസം, ശർക്കര പായസം, മറുനാടി പായസം, കേമായിട്ടുള്ള ഇതൊക്കെ നിവേദിച്ച് കഴിയും. അതൊക്കെ കഴിഞ്ഞാലും അവർക്കും ഇത് ആവശ്യമുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. താമ്പൂല നിവേദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവീക്ഷേത്രങ്ങളിൽ സാധാരണഗതിക്ക് ഒരു അമ്പലങ്ങളിലും അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് കാണാറില്ല. പക്ഷെ നമ്മൾ കൊണ്ടു ചെല്ലേണ്ടി വരും. താമ്പൂല നിവേദ്യം എന്ന് പറഞ്ഞൊരു സാധനം നടത്തപ്പെടാറുണ്ട്. പ്രസന്ന പൂജയ്ക്ക് അപ്പം നേദിക്കുക, അട നേദിക്കുക, പഴം നേദിക്കുക, ത്രിമുദ്ര നേദിക്കുക, താമ്പൂലം നേദിക്കുക. താമ്പൂലം എങ്ങനെയാണ്? ഒരു 3 വെറ്റയും ഒരടയ്ക്ക ചെത്തി വൃത്തിയാക്കിയത്, ഇത്രയേ ഉള്ളൂ. ഒരു പഴവും, കദളിപ്പഴ ആവാം, പൂവൻപഴമാവാം, ഏത്തപ്പഴമാവാം, എന്തായാലും വിരോധമില്ല. അല്ലെങ്കിൽ ഒരു ത്രിമുദ്രം, പഴ അരിഞ്ഞത്തിരി, കൽക്കണ്ടും മുന്തിരിങ്ങയിട്ട് 3 വെറ്റ അടയ്ക്കേണ്ട താമ്പൂല നിവേദ്യം എന്നാണ് പറയുന്നത്. എന്താ അതിൻ്റെ പ്രത്യേകത? അത് നമ്മൾ പറയാമല്ലോ. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അത് സർവ്വ ഐശ്വര്യത്തിന് കാരകനാണ്. ഒരു ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യാൻ, എല്ലാ നന്മകളെയും പ്രദാനം ചെയ്യാൻ, എല്ലാ അഭീഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, ഇപ്പോൾ 12 തിങ്കളാഴ്ച താമ്പൂല നിവേദ്യം, 12 വെള്ളിയാഴ്ച താമ്പൂല നിവേദ്യം, എല്ലാ ദിവസവും വേണമെന്നില്ല. ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിൽ 12 ചൊവ്വാഴ്ച, ദുർഗാ ഭഗവതി ലക്ഷ്മി ക്ഷേത്രങ്ങളിലാണെങ്കിൽ 12 വെള്ളിയാഴ്ചകളിൽ, ശിവൻ്റെ അമ്പലത്തിലോ ശിവപാർവതി ക്ഷേത്രങ്ങളിലാണെങ്കിൽ 12 തിങ്കളാഴ്ച. വിവാഹം നടക്കണോ? വിവാഹം നടക്കും. വിവാഹത്തിൽ ദാമ്പത്യ പ്രശ്നമുണ്ടോ? അതിന് മാറ്റം വരും. അല്ല ഒരു ടെസ്റ്റ് പാസ്സാവണോ? അതിന് മാറ്റം വരും. അല്ല കുറച്ച് സാമ്പത്തികമായിട്ട് വർധനവ് വേണോ? അതിന് മാറ്റം വരും. അതൊക്കെ എത്രയാണോ ആഴ്ചകൾ, അതിൻ്റെ അനുസരിച്ച് ആഴ്ചകൾ കൂടുതൽ വേണ്ടി വരും. നിങ്ങൾ എന്താ നിരീക്കണേ എന്ന് വിചാരിച്ചാൽ എന്തിനും പരിഹാരം ഒറ്റമൂലി എന്നൊക്കെ പറയില്ലേ, ഒറ്റമൂലിയാണ് താമ്പൂല നിവേദ്യം. വളരെ വളരെ ഗംഭീരമാണ്. അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ചോദിച്ചു നോക്കൂ, താമ്പൂലം വെറ്റിലയും അടക്കയും കൊണ്ടുവന്നാൽ നേദിച്ചു തരാമോ തിരുമേനി? നേദിച്ചു തരും. കാരണം പ്രസന്ന പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം. പൂജകളിൽ പീഠം പൂജിച്ച്, മൂർത്തി പൂജിച്ച് പ്രസന്ന പൂജയിലേക്ക് എത്തുമ്പോഴാണ് ഭഗവതി ഇങ്ങനെ പ്രസന്നനായിട്ടിരിക്കണം. ആ സമയത്താണ് നമ്മൾ പുഷ്പാഞ്ജലികൾ, അർച്ചനകളൊക്കെ കേമായിട്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഭഗവതി ഇങ്ങനെ കേമായിട്ടിരിക്കുക, സന്തോഷവതിയായിട്ടിരിക്കുക. അപ്പോൾ നേദിക്കണ നിവേദ്യമാണ് താമ്പൂലം. അപ്പോൾ ആ താമ്പൂല നിവേദ്യം, അല്ലെങ്കിൽ ആ താമ്പൂല നിവേദ്യം കൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന ആളുടെ ഒരു കാര്യം ചോദിച്ചാൽ നടക്കണം. എന്ത് ചോദിച്ചാലും നടക്കില്ലേ? നിങ്ങൾ എന്തും ചോദിച്ചോളൂ. നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ഏതൊരു ദുരിതവും, അതേ ദുരിതം തന്നെ കുറച്ച് ആഴ്ചകൾ വേണം ചോദിക്കാനെന്ന് മാത്രം, ചെയ്യണമെന്ന് മാത്രം. ഈ പറഞ്ഞ കഥകളൊന്നുമല്ല കാണാൻ പോകുന്നത്. ഇത് വേറൊരു കഥയാണ്. ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. അതുപോലെ
തൃപ്തി നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സർവാഭീഷ്ടകരമായ ഒരു നിവേദ്യം. നിസാര പൈസ, വളരെ 1 രൂപ അല്ലെങ്കിൽ നിസാര 10 രൂപയ്ക്ക് തീരാവുന്ന വഴിപാടാണ്. പോകുമ്പോൾ ഒരു 3 വെറ്റില ഒരു അടക്ക മേടിച്ച് ചെത്തി വൃത്തിയാക്കി അതും കൊടുക്കുക. ഈ താമ്പൂലം നേദിക്കണ തിരുമേനി ഒരു പഴം, ഒരു ശകലം കൽക്കണ്ടം മുന്തിരി കേമായി, അത് അതിഗംഭീരായി. സർവ ദുഃഖത്തിൻ്റെയും സർവ ദുരിതത്തിൻ്റെയും സർവ ക്ലേശങ്ങളെയും നമ്മൾ മാറ്റിയിട്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യയുടെയും നന്മയുടെയും ശ്രേഷ്ഠവുമായി നിൽക്കുന്ന ഒരു വളരെ ആധ്യാത്മികവും ഭൗതികപരവുമായി നിൽക്കുന്ന ഒരു സുഖത്തെ പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെ നിങ്ങൾക്ക് ദാനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അത്യുഷ്ടമായ, ഏറ്റവും കേമായ ഒരു വഴിപാടാണ് താമ്പൂല നൈവേദ്യം. നടത്തിക്കോളൂ, ധൈര്യമായിട്ട് നടത്തിക്കോളൂ, ഫലം ഉറപ്പാണ്. നന്ദി, നമസ്കാരം.